ബി.ജെ.പി. ഭരണകൂടത്തെക്കുറിച്ച് വിമർശനാത്മക വീക്ഷണത്തോടുള്ള വസ്തുതാ പരിശോധന വിശദീകരണവും ഉള്ളടക്കവും ഉൾക്കൊള്ളുന്ന വീഡിയോകളുമായി യൂട്യൂബിലൂടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന 29 വയസ്സു മാത്രം പ്രായമുള്ള ദുറാട്ടി. 2014 ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിനു ശേഷം അധികാരത്തിൽ വന്ന മോദി സർക്കാരിനോട് അസംതൃപ്തി രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മാറാൻ റാട്ടിയെ പ്രേരിപ്പിച്ചു. യൂട്യൂബിനെ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഉപഭോക്താക്കളിൽ ഒരാളാണ് ദുറാട്ടി. ഹരിയാന സ്വദേശി. ജോലി കണ്ടന്റ് ക്രിയേറ്റർ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വാരിവലിച്ച് ചെയ്യുന്നതല്ല ഈ ചെറുപ്പക്കാരന്റെ ജോലി. ജനം അറിയേണ്ടതെന്തോ, നാളുറക്കെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് ധ്രുവന്റെ കണ്ടെത്തലുകൾ. ശക്തമായ രാഷ്ട്രീയ എതിരാളി. ഇലക്ട്രൽ ബോണ്ട്, EVM, മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, പെട്രോൾ വില വർധന, GST, ആധാർ വിവരങ്ങളുടെ ചോർച്ച തുടങ്ങിയ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് ചർച്ചാ വിഷയമാക്കുക, ജനങ്ങളുടെ ഉള്ളിൽ ബോധമുളവാക്കുക, അതാണ് ഈ ചെറുപ്പക്കാരന്റെ ലക്ഷ്യം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, കർഷക പ്രക്ഷോഭം, റാഫേൽ, ജമ്മു കാശ്മീർ ബുൾഡോസർ രാജ് എന്നീ തുടങ്ങിയ രാജ്യം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ് ഈ ചെറുപ്പക്കാരൻ. 2014 0 സബ്സ്ക്രൈബേഴ്സുമായി തുടങ്ങിയ യൂട്യൂബ് ചാനൽ 10 വർഷം എത്തി നിൽക്കുമ്പോൾ 18 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. സർക്കാരിനെതിരായ വിമർശനമാണ് അതിൽ കൂടുതലും. ഒരിക്കൽ ധ്രുവന്റെ ഫേസ്ബുക്ക് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. ഫാസിസത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് 2019 അത്. പക്ഷേ 12 മണിക്കൂറിനകം ആ നടപടി പിൻവലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മാപ്പ് പറയേണ്ടി വന്നു. കാരണം ഈ ചെറുപ്പക്കാരന് സമൂഹ മാധ്യമങ്ങൾ സ്വാധീനം അത്രത്തോളം കൂടുതലാണ്. ദ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേരളത്തിൽ ധ്രുവന്റേതായി ഏറ്റവും അധികം സ്വാധീനം കിട്ടിയത്. വീഡിയോ കണ്ട ഒരു ഹിന്ദിക്കാരൻ പയ്യൻ ആള് കൊള്ളാമെന്നും മലയാളികളും പറഞ്ഞു. 20 മില്യൺ അധികം പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടന്നാക്രമിക്കുന്ന ഡിക്റ്റേറ്റേഴ്സ് എന്ന വീഡിയോ കണ്ടവർ സത്യം തുറന്നു കാണിക്കാൻ ശ്രമിച്ച ഈ ചെറുപ്പക്കാരന്റെ സാമർത്ഥ്യത്തെ ഇരു കൈനീട്ടിയും സ്വീകരിച്ചു. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ വഹിക്കുന്ന പല വിഷയങ്ങളും ദുറാട്ടി സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു.